ഇന്നൊരു മെഹന്തി ഉണ്ടാക്കിയാലെന്ന് വിചാരിച്ചിട്ട് ആദ്യം നമ്മളൊരു പഴയ കുക്കർ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന കുക്കറാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പറക്കൽ പോലും തോറ്റു പോകുന്ന കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനെ നന്നായിട്ട് ഇടിച്ച് പൊടിക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അങ്ങനെ നല്ലപോലെ നമ്മൾ ഇടിച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കുക്കറിൻ്റെ 4 ഭാഗത്തായിട്ട് ഇടണം. അതാണ് നമുക്കിനി അടുത്തതായിട്ട് വേണ്ടത്. അങ്ങനെ നമ്മൾ കുക്കറിൻ്റെ 4 ഭാഗത്തായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ പഞ്ചസാര കുറച്ച് എടുക്കുന്നുണ്ട്. നമ്മൾ ഈ കയ്യിൽ ഇടുന്ന ഈ മെഹന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല വീഡിയോസിലും പലതും കാണിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. കാരണം നല്ല കളറിൽ തന്നെ കിട്ടി. ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു മലപ്പുറത്ത് ഉള്ള ഞങ്ങളുടെ ഒരു ബന്ധു പറഞ്ഞു തന്ന് ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ കല്യാണത്തിനൊക്കെ മുമ്പാണ്. ഞാൻ കല്യാണത്തിനൊക്കെ ഉപയോഗിച്ച് അങ്ങനെ തന്നെയാണ് കേട്ടോ. അതിനുശേഷം ഇപ്പോഴാണ് ഞാനിത് ചെയ്യുന്നത്. ശരിയാവോ ഇല്ലെന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ പഞ്ചസാരയും ശർക്കരയും അതിൻ്റെ ചുറ്റിനൊക്കെ ഇട്ടതിന് ശേഷം ചെറിയൊരു കണ്ടില്ലേ ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന ഒരു പാത്രം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ ഓണാക്കി വെക്കണം. ഓണാക്കി വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം അതിന് മേളിൽ വെച്ച് കൊടുക്കണം കേട്ടോ. തണുത്ത വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ തണുത്ത വെള്ളം വെച്ചിട്ട് ആവി പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തുണി ചുറ്റി അതിനെ ആവിയെ തടസ്സപ്പെടുത്തി വെക്കണം. ഈ തടസ്സപ്പെടുത്തി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മേളിലിരിക്കുന്ന ആ പാത്രത്തിലെ വെള്ളം ചൂടാകുമ്പോൾ നമുക്ക് താഴേക്ക് നീരാവി ഇറങ്ങും. ആ ഇതുണ്ട് കുക്കറിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ. ചുറ്റിനും കരഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലെ ബൗളിൽ ഇങ്ങനെ വെള്ളം ഉണ്ടാവും. അത് നമ്മൾ ഒന്നെങ്കിൽ സ്പൂണിൽ എടുക്കുക, അല്ലെങ്കിൽ തണുപ്പ് മാറിയിട്ട് എടുക്കുക. ഞാൻ എന്തായാലും സ്പൂണിൽ ചരിച്ച് പിടിച്ചിട്ട് എടുത്ത് ഉണ്ടായിട്ടുള്ളതാണ് ഇത്ര അളവിലുള്ള ഈ ഒരു കുറച്ച് പശപ്പുണ്ടാവും. എന്നെങ്കിൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിലേക്ക് ആവശ്യത്തിന് മാത്രം മൈദാപ്പൊടിയുടെ കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കിട്ടത്തില്ല. കുറേശ്ശെ ഇട്ട് ഇളക്കി കൊടുക്കണം. ഫൈനലി നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത്രയാണ് കേട്ടോ. ഇതിപ്പോൾ ഒരാൾക്ക് ഉപയോഗിക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓർത്തു ഒരു വട്ടം കൂടെ അങ്ങനെ ഒന്ന് ചൂടാക്കി നോക്കാം, വീണ്ടും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത്തവണ ഞാനൊരു ഇരുമ്പ് ചട്ടിയിലാണ് കേട്ടോ വെള്ളം വെച്ചിരിക്കുന്നത്. ഒന്നും കൂടെ ചൂടാക്കി ഇരുമ്പ് ചട്ടിയിൽ അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിന് ശേഷം വെള്ളം കിട്ടുമോ ഇതുപോലെ നമുക്ക് നീരാവിയിൽ നിന്ന് വെള്ളം കിട്ടുമില്ലേ നമുക്ക് നോക്കാൻ ഓർത്തിട്ട് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ശരിക്കും അതുപോലെ കുറച്ചും കൂടെ കളറ് കൂടിയിട്ട് നമുക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളത് നേരത്തെ പറഞ്ഞ പോലെ സ്പൂണിന് ചരിച്ചെടുത്ത് നമ്മളൊരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, തോനെയൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ കുറേ നേരം വെക്കണമായിരിക്കും. എനിക്ക് പിന്നെ ഒരുപാട് നേരം നിൽക്കാനുള്ള ക്ഷമയില്ലാത്തത് കാരണം ഞാൻ വിചാരിച്ചു ഇത്രയും മതി എന്നുള്ളത്. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്നതിനകത്ത് നമ്മൾ മൈദ മിക്സ് ചെയ്ത് നമ്മൾ ബൗളിനകത്ത് എടുത്ത് പിന്നെ ഉപയോഗിക്കാൻ വേണ്ടി സൂക്ഷിച്ച് വെക്കുകയോ അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപയോഗിക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മെഹന്തിക്ക് ആവശ്യമായിട്ടുള്ള പരിപാടി. വേറെ വലിയ കാര്യമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളണേ. പിന്നെ പറയുന്നുണ്ട്, ചിലതിലൊക്കെ കേൾക്കുന്നുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ 2 വട്ടമായിട്ട് ഇട്ട് കൊടുക്കണം, അങ്ങനെ എനിക്ക് പറയുന്നുണ്ട്. പക്ഷേ ഇല്ല, ഒറ്റ തവണ ഇട്ടാൽ മതി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എന്തായാലും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇടൽ നടക്കത്തില്ല. അപ്പോൾ നമ്മൾ കിടക്കാൻ പോകുമ്പോൾ ഇട്ടിട്ട് രാവിലെ കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മളിത് ഇരിക്കും തോറുമാണ് നമുക്ക് കളറ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതാ നോക്കി, എൻ്റെ കയ്യിലും കുഞ്ഞിൻ്റെ കയ്യിലും ഇട്ടതിൻ്റെ 2 ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ പടം വരച്ചുള്ള ശീലമോ മെഹന്തി ഇട്ടുള്ള പരിചയമൊന്നുമില്ല, കുറേ നാളായില്ലേ. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു വൃത്തികേടൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. എന്നാലും അതിൻ്റെ കളറ് കണ്ടില്ലേ, ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ.